ടോക്സിക് ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത് നമ്മുടെ യാഷ് എന്ന് പലർക്കും അറിയത്തില്ല, പലർക്കും അറിയാവുന്നത് നമ്മുടെ KGF-ലെ റോക്കി ഭായ് ഇന്ന് ഒരു ട്രെയിലർ ടീസർ എന്നൊക്കെ പറയാം, 2 മിനിറ്റ് 47 സെക്കൻഡ് ഒക്കെ ഉള്ള ഒരെണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. നമ്മൾ KGF-ൽ നിന്ന് നമ്മൾ ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത സിനിമയാണോ? നമ്മൾ ഗീതു മോഹൻദാസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു കഞ്ഞി അവിഞ്ഞ പടമൊക്കെയാണ്. ദൈവമേ, ആ റോക്കി ഭായ് യാഷിനെ നശിപ്പിച്ചെന്നൊക്കെ വിചാരിച്ചെടുത്ത് ഈ ട്രെയിലർ കണ്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. കാരണം KGF-നെ വെല്ലുന്ന രീതിയിലൊരു ട്രെയിലർ, ഒരു രക്ഷയില്ലാത്ത ട്രെയിലർ, അടിപൊളിയായിട്ടുണ്ട്. അന്നേരം ഇതിനകത്ത് ടോക്സിക് എന്നാണ് ഈ സിനിമയുടെ പേര്. കസബയും ടോക്സിക്കും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ, കുറേ വർഷങ്ങൾക്ക് മുമ്പ് കസബയൊക്കെ ഇറങ്ങി റിലീസ് ചെയ്ത സമയത്ത് വലിയൊരു വിവാദം വന്നു. ആ വിവാദം ഇതായിരുന്നു, രാജൻ സക്രിയ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ക്യാരക്ടർ അതിനകത്തെ പോലീസ് ഉദ്യോഗസ്ഥ കയറി ഇങ്ങനെ ബെൽറ്റെ കയറി പിടിക്കുന്ന സീൻ, അത് ഒരിക്കലും മമ്മൂട്ടി ചെയ്തത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി ഇത് പറഞ്ഞു. അന്നേരം ഒരു ഗ്രൂപ്പ്, എല്ലാവർക്കും ഓർമ്മ കാണുമായിരിക്കും, ഒരു ഹോളിലിരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ, മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ പാർവതിയാണ് ഇത് പറയുന്നത്. പക്ഷെ പാർവതിക്ക് കസബ എന്ന് പറയുന്ന പേരോ ഒന്നും അറിയത്തില്ലായിരുന്നു. ഇത് ഗീതു മോഹൻദാസ് ആണ് പറഞ്ഞു കൊടുത്തത്, കസബ എന്ന് പറഞ്ഞു കൊടുത്തത്. അതോടുകൂടി പാർവതിയുടെ കരിയർ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പാർവതി അങ്ങ് പീക്ക് ടോപ്പിൽ നിൽക്കുന്ന സമയത്തായിരുന്നു ഈ ഗീതു മോഹൻദാസ് ഇത് പറഞ്ഞു കൊടുക്കുകയും പാർവതി ഇത് പറയുകയൊക്കെ ചെയ്തതിനു ശേഷം എനിക്കിത് പാർവതിയുടെ കരിയറേ ഇല്ലാതായി. ബാക്കിയുള്ളവർക്കൊന്നും അതിൻ്റെ കൂട്ടത്തിലുള്ള രമ്യ നമ്പീശനൊക്കെ ഔട്ടായി പോയി, ഗീതു മോഹൻദാസും ഒക്കെ ഔട്ടാണ്. ഇപ്പം ഈ ടോക്സിക് ചെയ്യുമ്പോൾ ഇതിനകത്തെ രംഗങ്ങൾ കാണുമ്പം ഇനി കസബ 2 അല്ലെങ്കിൽ അതുമായിട്ട് മമ്മൂട്ടിയോ മോഹൻലാലോ ഏതെങ്കിലും സിനിമകൾ ഇനി ഇതുപോലെ വന്നു കഴിഞ്ഞാൽ പാർവതിയോ അല്ലെങ്കിൽ നമ്മുടെ ഗീതു മോഹൻദാസ് ഒക്കെ വിമർശിക്കാൻ നിൽക്കുമോ? സംശയമാണ്. നിങ്ങളും എന്തായാലും കമന്റ് പറയുക. കാരണം അത്രയും സംഭവബഹുലമായ ട്രെയിലറായിട്ടാണ് ഏതർത്ഥത്തിലും നമ്മുടെ ടോക്സിക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ഗീതു മോഹൻദാസ് തകർത്തു. പാർവതി ചിലപ്പോൾ ഇന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും ഇങ്ങനൊന്നും പറയണ്ടായിരുന്നു എന്നുള്ളത്. എന്തായാലും നിങ്ങളുടെ കമൻസ് പറയുക. ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളാണ് ഓരോ സിനിമകൾ എങ്ങനെയൊക്കെ എടുക്കണമെന്ന്. പക്ഷേ ഗീതു മോഹൻദാസ് എന്ന് പറഞ്ഞതും പാർവതി എന്ന് പറഞ്ഞതുമൊക്കെ കരിയർ നഷ്ടപ്പെട്ട യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് പാർവതിയുടെ ആണ്. എന്തായാലും കസബ 2 ഒരുങ്ങി തന്നെയാണെന്ന് പ്രൊഡ്യൂസർമാർ പറയുന്നുമുണ്ട്. എന്തായാലും കാത്തിരിക്കാം ഇനി അങ്ങോട്ട്.